ബോർഡിന്റെ അകത്ത് എഴുതണം. അതിന് റെഡി ആയിട്ടുള്ള ഒരാൾ വരാമോ? ഹൂയിസ് റെഡി? ഒരാൾ പോലും ഇല്ല. ഓടിയോ, വെരി ഗുഡ്. ഇനി ഈ മാർക്കർ പെൻ പിടിച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എന്തുകൊണ്ടാണ് മാർക്കർ പെൻ പിടിച്ച് എഴുതിയാൽ തെളിയാതെ പോകുന്നേ? അത് ഇങ്ങനെ പിടിച്ചെഴുതുന്നോണ്ടാ. ഇങ്ങനെ പിടിച്ചെഴുതരുത്, അത് ഇങ്ങനെ പിടിച്ചെഴുതാവുള്ളൂ. അതായത് എപ്പോഴും താഴോട്ട് വരണം. രണ്ട്, ഇത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? അടയ്ക്കണം. അത് അടയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കടലാസ് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഇത് അടയില്ല. എപ്പോഴും ഇത് ഇങ്ങനെ എന്ത് ചെയ്യണം? അടച്ചു വെച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ മാർക്കർ പെൻ തെളിയാതെ പോകും. ക്ലിയർ? ശരി. അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇതായിരുന്നു. എന്തിനാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ? സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ഒരു ഒറ്റ വേർഡ് എഴുതുക അവിടെ, സ്കില്ല്. സ്കില്ല്, ബോർഡ് ശ്രദ്ധിച്ചോളാം. സ്കില്ല്. പിന്നെ വേറെ എന്തിനു വേണ്ടിയിട്ടാണ്? വേറെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എഴുതിക്കോളൂ. അടുത്തത് സ്കില്ലിന് വേണ്ടിയിട്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു എൻഹാൻസ് നോളേജ്, നോളേജ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇവിടുന്ന് അറ്റൻഡ് ചെയ്യുന്നു. പിന്നെ വേറെ എന്താ? എൻഹാൻസ് നോളേജ്. പറഞ്ഞു വേഗം ക്വിക്കായിട്ട് പോവാം. ഓക്കെ, ഞാൻ ചെയ്ത ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്താ? ഇതാണ് ബ്രെയിൻ സ്റ്റോമിങ്. ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ? ബ്രെയിൻ സ്റ്റോം ചെയ്യുക. അതായത് പാർട്ടിസിപ്പൻസിന്റെ കയ്യിൽ നിന്ന് ആൻസേഴ്സ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രോസസ്സാണിത്.